കാര്യമുണ്ട്, ഒരു കാര്യമല്ല. ഇത് ചെയ്ത് പറയുന്നുണ്ട്, ചെയ്ത് ഞങ്ങൾ ഇല്ലതുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ പി വി അൻവർ വന്നപ്പോ ഇവിടെ കൊണ്ടുവന്ന ജനറേറ്റർ അയാള് മലക്കം പറഞ്ഞതിനിപ്പോ എന്താ ചെയ്യണത്? ഇവിടെ UDF ഭരണത്തിൽ വരണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ. 35 വർഷമായിട്ട് ഇവിടെ ആര്യാടം ഭരിച്ചിട്ട് കൊണ്ടുവരാൻ കഴിയാത്തൊരു ബൈപ്പാസ് പി വി അൻവർ കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്. വണ്ടി ഓടിക്കണവർക്ക് ഈ റോഡിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. 6 മാസം കൊണ്ട് ഏതായാലും ഈ MLA ക്ക് വികസനം കൊണ്ടുവരാൻ കഴിയൂല. അത് ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. അപ്ഡേക്ക് വന്നു കഴിഞ്ഞാൽ കുറെ മാറ്റങ്ങൾ വരും. നമുക്കറിയാം മൂപ്പരെ പറ്റിയാണ്ട് എന്ന് വെച്ചാൽ നമ്മളെ നാട്ടുകാരനാണ്. ഓർമ്മ നോക്കുമ്പോഴേ ബൈപ്പാസ് വന്നതാ. ഇന്നവരെ ആരും ഉണ്ടാക്കി തന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് ചിലപ്പോ ഒന്നും പറയാൻ പറ്റില്ല. എന്തും സംഭവിക്കാലോ, ഒന്നും സംഭവിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെയല്ലേ ഉള്ളൂ. അല്ലാതെ ബൈപ്പാസ് തന്നെയല്ലേ അതിന് ഏകമാർഗമുള്ളൂ. അതിന് പൊതുവെ ഏകമാർഗം തന്നെയല്ലേ. പിന്നെ റോഡ് വീതി കൂട്ടണം. ഇതിപ്പോ ഞങ്ങൾക്കൊക്കെ ഓർമ്മ നോക്കുമ്പോ 85-90 ഇല്ലാതെ റോഡിന് ഇപ്പോഴും ഉള്ളത്. റോഡ് ഇവിടെ വീതി കൂട്ടിയിരിക്കണത് ഒന്നും വീതി കൂടിയിട്ടില്ലല്ലോ. അതങ്ങനെ തന്നെ. ബൈപ്പാസ് നിർബന്ധമാണ്. പിന്നെ ഒരുപാട് ഉള്ളോട്ടുള്ള ബൈപ്പാസ് റോഡ്, ചെറിയ ചെറിയ കണക്ഷൻ റോഡുകൾ വരുന്നുണ്ട്. ഇതൊന്നും ഒരു ശരിയാക്കിയിട്ടില്ല. അതൊന്നും ആകൊന്ന് പാച്ച് വർക്കെങ്കിലും ചെയ്തിക്കണമെങ്കിൽ കുറേയൊക്കെ ഒരു ഉപകാരപ്പെടില്ല. അതും ചെയ്തിട്ടില്ല. 5 വർഷം ഇവിടെ ഞങ്ങളിവിടെ 5ാമത്തെ വർഷമാണ് ഇതില് എൻ്റെ പാർട്ടി മുനിസിപ്പാലിറ്റി വരയ്ക്കുന്നുണ്ട്. നല്ല കാര്യമുണ്ട്, ഒരു കാര്യമല്ല. ഇത് ചെയ്ത് പറയുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളിടത്തൊന്നും ചെയ്തില്ല. ഈ റോഡ് അവിടുന്ന് അങ്ങോട്ടുള്ള റോഡ്, സ്കൂൾ റോഡ്, ഇവിടുന്ന് സ്കൂൾക്ക് പോണ റോഡ്, ഇതിങ്ങനെ വരുന്ന റോഡ്, അല്ലല്ല റോഡ് വികസനം ഒന്നല്ല. റോഡ് വികസനം അല്ലാതെ ഇനിയിപ്പോ ഇവിടെ വേറെന്താ വരാനുള്ളത്? ഫയർഫോഴ്സ് ഉണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട്, KCB ഉണ്ട്, പിന്നെ ഇപ്പൊ എന്താ ഇവിടെ ഉണ്ട്. റോഡ് വികസനം നിർബന്ധമാണ്. അല്ലാത്തതൊന്നും ഇപ്പൊ അങ്ങനെ ഇനിയിപ്പോ അങ്ങനെ എന്താ വരാനുള്ളത്? സ്കൂളുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, ഇവിടെ PHC ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്, കാരംകുളത്തുണ്ട്, മുമ്പള്ളിയിലുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവിടെ ഉണ്ടല്ലോ. രാമൻകുത്ത് ഭാഗത്തുണ്ട്. ചെയ്ത് ഞങ്ങൾ ഇല്ലതുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ പി വി അൻവർ വന്നപ്പോ ഇവിടെ കൊണ്ടുവന്ന ജനറേറ്റർ ഗവൺമെന്റ് സ്കൂളില്, ഗവൺമെന്റ് ഹോസ്പിറ്റലില്. അതാണ് ഇപ്പോൾ ഒരു കാര്യപ്പെട്ട് പറയുന്നത്. പിന്നെ റോഡ് വന്നിക്കണ്, മലയോര ഹൈവേ വന്നിക്കണ്. അതിപ്പോ ആര്യാടെ എല്ലാ കാലത്തും ആര്യാടനും പാസ്സാക്കിയിട്ട് മലയോര ഹൈവേ ഉണ്ട്. അല്ലല്ല ഒരുപാടുണ്ട്. റോഡുകളും പലതും വന്നിക്കണ്. മലയോര ഹൈവേ ഒക്കെ വന്നിട്ടില്ലേ? റോഡ് വീതി കൂടിയതും അങ്ങനെ ഒരുപാട് വന്നിട്ടില്ല എന്നൊന്നും പറയില്ല. ആളെല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷെ അയാള് മലക്കം പറഞ്ഞതിനിപ്പോ എന്താ ചെയ്യണത്? അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ആകൊരു സ്റ്റാൻഡിങ് ഇല്ല, ആകൊരു നിലപാടില്ല. അവിടെയാണ് മെയിൻ പ്രശ്നം വന്നത്. ഇവിടെ UDF ഭരണത്തിൽ വരണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ. ആര്യാടൻ ബാബുട്ടിയുടെ വന്നാലേ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. അതെ, അഭിപ്രായമുണ്ട്. കാരണം 35 വർഷമായിട്ട് ഇവിടെ ആര്യാടം ഭരിച്ചിട്ട് കൊണ്ടുവരാൻ കഴിയാത്തൊരു ബൈപ്പാസ് പി വി അൻവർ കൊണ്ടുവരാന്ന് പറഞ്ഞു. പക്ഷെ മൂപ്പരെ കൊണ്ട് 9 വർഷമായിട്ട് ഇത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. പക്ഷെ മൂപ്പരോട് വന്നു കഴിഞ്ഞിട്ട് നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു 5 പാലം പുതുതായിട്ട് മൂപ്പര് കൊടുത്തേക്കണേ. ജനങ്ങളെ പ്രശ്നമാണത്. പിന്നെ ഇവിടെ റോഡുകൾ, കരളായി റോഡ് വർഷങ്ങളോളായിരുന്നു കുണ്ടും കുഴിയായി വാഹനങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാണ്. അത് നമ്മളെ പി വി അൻവർ വന്നിട്ട് ശരിയാക്കി തന്നു. പിന്നെ പോത്തുകല്ല് മുണ്ടേരി റോഡ്, അത് അൻവർ വന്നിട്ട് ശരിയാക്കി തന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ പല വികസനങ്ങളും നിലമ്പൂർ അങ്ങാടിയിൽ തീരെ വീതിയില്ലാത്ത സ്ഥലമായിരുന്നു. നമ്മൾ മഞ്ചേരിയിൽ നിന്ന് വരികയാണെങ്കിൽ ഞങ്ങളൊരു വണ്ടി കൊണ്ടുവരാൻ 1/2 മണിക്കൂർ കൊണ്ട് നിലമ്പൂരെത്തും. നിലമ്പൂരിൽ നിന്ന് കോടതിപ്പടിയിൽ നിന്ന് ചന്തക്കുന്ന് എത്തണമെങ്കിൽ 3/4 മണിക്കൂർ വേണം. അത്രയ്ക്ക് ബ്ലോക്കായാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിനൊരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ഏത് നേതാക്കന്മാർ വന്നാലും അത് പരിഹരിക്കുന്ന ഞങ്ങൾക്കൊരു നിലമ്പൂർ മണ്ഡലക്കാർക്ക് ഒരു വിശ്വാസമേ ഇല്ല. ഇതിപ്പോൾ 6 മാസത്തിനുള്ള തെരഞ്ഞെടുപ്പല്ലേ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു വരും. രണ്ടാമതിപ്പോൾ 6 മാസം കഴിഞ്ഞാലോ 6 മാസം കഴിഞ്ഞാൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവാ. ഇത് വെറുതെ ജനങ്ങളൊരു അടിച്ചേൽപ്പിച്ചൊരു തെരഞ്ഞെടുപ്പ് മാത്രമാണ്. അത് ഇവർക്കൊരു നേതാക്കന്മാർക്ക് കയറാനൊരു മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ജനങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും ഒരു ഉപകാരവും ഇല്ല. അതാണിപ്പോൾ നമുക്ക് പറയില്ല. നമുക്ക് വികസനം വരണം. അതാണ് നമ്മൾ ഏറ്റവും വലിയ ആവശ്യം. ഇപ്പം ഞങ്ങൾ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്. വണ്ടി ഓടിക്കണവർക്ക് ഈ റോഡിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഞങ്ങൾക്ക് ഡീസൽ ചിലവ് കൂടുതലാണ്. ഒക്കെ വരും ഈ ബ്ലോക്കിൽ പെട്ടുങ്ങാണ്ട്. ഇവിടെ ഈ നിലമ്പൂരിൽ നിന്ന് വെളിയന്തോട്ടിൽ നിന്ന് നിലമ്പൂർക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറേ ടൈം പിടിക്കും. പിന്നെ എത്രയോ ആംബുലൻസുകൾ പോണ സ്ഥലമാണ്. പിന്നെയെന്ന് വെച്ചപ്പോൾ നിലമ്പൂർ 10,000 ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. പൂക്കോട്ടുംപാടം, കാളിയാവ്, ഊറ്റമ്പാറ, തൊണ്ടി ആ ഭാഗങ്ങളിൽ. അവിടെ റെയിൽവേൻ്റെ പണി തുടങ്ങിയിട്ട് 1 വർഷമായി. അവിടുത്തെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. അവിടെ
റോഡുണ്ട്, അത് നമ്മളെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഇപ്പോൾ ഇടതുവശമാണ്. അവർ റോഡ് ശരിയാക്കി കൊടുക്കണില്ല. അപ്പോൾ ആ റോഡൊന്ന് പോയി നിങ്ങൾ ആദ്യം ഒന്ന് കാണണം, എന്നാൽ അറിയാം നിങ്ങൾക്ക് റോഡാണോ തോടാണോ പാടാണോ എന്നില്ലതൊക്കെ. മുനിസിപ്പാലിറ്റി ചെയർമാന് അവൻ്റെ കാര്യം നോക്കല്ലാതെ വേറൊരു കാര്യവും മുനിസിപ്പാലിറ്റിയിൽ ചെയ്തിട്ടില്ല. ഈ MLA പുതിയതായിട്ട് വരുന്ന ഒരു MLA 6 മാസത്തേക്കാണെങ്കിൽ 6 മാസത്തേക്ക് MLA-നോട് എന്താണ് നിലമ്പൂരായിരിക്കും പറയാനുള്ളത്? നിലമ്പൂർക്ക് പറയാല്ലേ വികസനം കൊണ്ടുവരിക, അത്ര മാത്രമേ ഉള്ളൂ. 6 മാസം കൊണ്ട് ഏതായാലും ഈ MLA-ക്ക് വികസനം കൊണ്ടുവരാൻ കഴിയൂല, അത് ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. പിന്നെ വെറുതെ ഒരു MLA എന്നുള്ളൂ, അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ജയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെയുള്ളൂ MLA ആയിട്ട് വരുള്ളൂ. അതിന് അയാളുടെ മാത്രമാണ് നിങ്ങൾ MLA ആയിട്ട് അംഗീകരിക്കുന്നത്. അത് മാത്രമേ ഈ 6 മാസം കൊണ്ട് എന്താ MLA കൊണ്ട് കാര്യം? അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 6 മാസം PV അൻവർ ഒഴിവായ ഇതിൽ നിലമ്പൂർക്ക് ഒരു കാര്യം വന്നിട്ടില്ലല്ലോ. അതുപോലെ തന്നെയൊക്കെ ഇനിയും ഉണ്ടാവുക, ഒന്നും ചെയ്യാൻ കഴിയൂല. വെളിയന്തോട് മുതൽ കരിമ്പുഴ പാലം മുതൽ വടവറം പാലം വരെ ബ്ലോക്കില്ലാതെ പിന്നെ ട്രാഫിക് ഇല്ലാതെ അങ്ങോട്ട് എത്തിപ്പെടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താ വെച്ചാൽ ഇവിടെ ഒരു ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ്. ഈ വണ്ടികളെ അടിയിൽ കൂടെ കഴിച്ചിലാകാൻ കഴിയില്ല. പിന്നെ ഒന്നാമത് ഇവിടെ ഈ താഴെ ചന്തക്കുന്ന ഒരു സിഗ്നലുണ്ട്, അവിടെ എപ്പോഴും ബ്ലോക്കാണ്. പിന്നെ ഈ അകമ്പാട് റോഡും അവിടെയും ബ്ലോക്കാണ്. അതാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഒരുപാട് ശരിയാവും, ഒരുപാട് മാറ്റങ്ങൾ വരും. എന്താ വെച്ചാൽ വെള്ളിയന്തോട് മുതൽ അങ്ങനെ കറങ്ങി അടിച്ച് വരുമ്പോഴത്തിന് 1.5 കിലോമീറ്റർ വരും. നമ്മൾ വിചാരിക്കും വെള്ളിയന്തോട്ടിൽ നിന്ന് നിലമ്പൂർക്ക് എത്തുമ്പോഴത്തിന് 2-3 കിലോമീറ്റർ അല്ല, 1.5 കിലോമീറ്ററോളം വരും ഇവിടുന്ന്. ആ ബൈപ്പാസ് വന്നു കഴിഞ്ഞാൽ വലിയ വണ്ടികൾക്കൊക്കെ അതിൽ പാസ് ചെയ്ത് പോകാം. അതിൽ പാസ് ചെയ്ത് വന്നാൽ മുക്കട്ടി ചാടാം. മുക്കട്ടിയിൽ നിന്ന് നമുക്ക് റെയിൽവേക്ക് വേണമെങ്കിൽ റെയിൽവേക്ക് പോകാം. പിന്നെ പൂക്കോടുംപടം വഴി പോകണമെങ്കിൽ അങ്ങനെ ഒരുപാട് ഷോർട്ട് വഴികളുണ്ട്. മിനി ബൈപ്പാസ് ആണോ? മിനി ബൈപ്പാസാണ്. കുഴപ്പമില്ലാത്ത വലിയ റോഡ് തന്നെയാണ്, വലിയ ബൈപ്പാസ് തന്നെയാണ്, നല്ല വീതി വിസ്താരമുള്ള റോഡ് തന്നെയാണത്. നിലമ്പൂരിലെ റോഡിന് വീതി കുറവുണ്ടെന്നാണ് എന്നോട്. ഇവിടെ ഇതൊക്കെ മെയിൻ റോഡ് വീതി കമ്മിയല്ലേ. ശരിക്കും 30 മീറ്ററാണ് ബ്രിട്ടീഷ് അളവില്ലത്, പക്ഷെ അത് 30 മീറ്റർ ഒന്നും ഇല്ല ഇപ്പം. പണ്ടത്തെ 30 മീറ്റർ അളവില്ല റോഡാണിത്. പക്ഷെ എല്ലാവരും ഇറക്കി കെട്ടിയിട്ട് വളരെ കമ്മിയാണ് ഇപ്പം, റോഡ് വീതി കമ്മിയാണ്. ഒന്നാമത് അതും പിന്നെ കുറേ ഈ ട്രാഫിക്കാണ് മെയിനായിട്ടുള്ളത്. വണ്ടികൾ പെരുകല്ലേ, ഡെയിലി ചെല്ലുന്നിടത്തോളം വണ്ടികൾ പെരുകല്ലേ. നമുക്ക് നല്ലൊരു റോഡില്ല, പക്ഷെ അത് ഈ അപ്ഡേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ വരും. നമുക്കറിയാം മൂപ്പരെ പറ്റിയാണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ നാട്ടുകാരനാണ്, ജനങ്ങൾക്കും വേണ്ടി നല്ലോണം വണ്ടി പായുന്ന ആളാണ്. പിന്നെ എന്തുകൊണ്ടാണ് PV അൻവറിനെ തെരഞ്ഞെടുത്തത്? അത് ഇവിടെ ഒരു കളിയല്ലേ, അത് പാർട്ടി ബേസിലും ഇതിലുള്ളൊരു കളിയാണത്. അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് തോൽപ്പിച്ചത്. ഇവിടെ ആദ്യം പ്രകാശേട്ടനെയാണ് അവർ ആലോചിച്ചത്. പിന്നെ നേരം വെളുത്തപ്പോഴാണ് ഷൗക്കത്താക്കിയത്. ഷൗക്കത്താക്ക നിന്നപ്പോൾ ഷൗക്കത്താക്ക പൊട്ടിപ്പോയി. ഇനി നമ്മളൊരു ആഗ്രഹം ഷൗക്കത്താക്ക വരട്ടെ എന്നാ. എല്ലാവരെയും ഇവിടെ കുറേ ആൾക്കാരുടെ ആഗ്രഹം ഷൗക്കത്താക്ക വരട്ടെ എന്നാ. ഷൗക്കത്താക്ക വന്നാൽ ഒരു മാറ്റം ഉണ്ടാവും തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ മൂപ്പർക്ക് നല്ല കഴിവുള്ള ആളാണ്. ഈ എക്കോ ടൂറിസം പ്രോജക്റ്റൊക്കെ അയാളെ ഇതിൽ കൂടെ വന്നതാണ് ഇവിടെ ഇപ്പോൾ ഈ ബംഗ്ലാവ്, മരിക്കോനോലി, തേക്ക് മ്യൂസിയം, ആട്ട്യമ്പാറയൊക്കെ മൂപ്പരതിൽ വന്നതിനാണ്. വടവറം പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നിലമ്പൂർ അങ്ങാടി വരെ സൈഡ് ഇതില്ലേ സ്ലാബ് ഇട്ടാണ്ട് പിന്നെ കടപ്പ വിരിച്ചതൊക്കെ മൂപ്പരതിൽ കൂടെ വന്നതിനാണ്. മൂപ്പര് ഇവിടെ ചെയർമാനായിരിക്കുന്ന കാലത്ത് മൂപ്പര് കഴിവുള്ളൊരു വ്യക്തിയാണ് അയാൾ. ഗതാഗത പ്രശ്നം തന്നെ ഭയങ്കര നിലമ്പൂര് ബാധിക്കുന്നത്. അതിനൊരു തീരുമാനം ഞാൻ നിർബന്ധമാക്കി നൽകണം. കാരണം ഇപ്പം ചന്തക്കുന്ന് ഇപ്പം ബ്ലോക്കാവും. നമ്മളെ ബസ്സുകാരൊക്കെ ഭയങ്കര പ്രയാസത്തിലാണ്. സമയത്തിന് പോകുന്ന ബസ്സൊന്നും കറക്റ്റ് എത്തുന്നില്ല. അതുകൊണ്ട് ഈ ഗതാഗത പ്രശ്നം തീർക്കാനില്ല ഇത് ആര് വന്നാലും ചെയ്യണം. അത്രേ ഉള്ളൂ പറയാനുള്ളത്. ബൈപ്പാസ് വന്ന പ്രശ്ന പരിഹാരം ആവുമല്ലോ. ഒരുപാട് വണ്ടിയിൽ പോകുമ്പം ഇവിടെ ക്ലിയർ ആവൂലേ. ബൈപ്പാസ് വന്നാൽ വളരെ പെട്ടെന്ന് ക്ലിയർ ആവും. അതാണ് മെയിൻ ആവശ്യം. MLA ആണ് പറയാനുള്ളത്. ഞാൻ മണ്ഡലത്തിലല്ല, ക്ഷേമം ബസ് ജീവനക്കാരൻ നിലക്ക് പറയണം. പിന്നെ ബൈപ്പാസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ഒരു എമർജൻസി രോഗിയുമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിലമ്പൂരിലെ ട്രാഫിക്കും കാര്യങ്ങളും വളരെയേറെ ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും ബൈപ്പാസ് വരൽ അനിവാര്യമാണ്. ഏത് സർക്കാരായാലും അത് പിന്നെ എല്ലാ ഇലക്ഷനിലെ സമയത്തും ഏത് ഇതായാലും പ്രസ്ഥാനമായാലും അവർ വന്നിട്ട് പിന്നെ ഘോരമായിട്ട് പ്രസംഗിക്കുക എന്നല്ലാതെ ഒന്നും നടക്കുന്നില്ല. നിലമ്പൂർ ബൈപ്പാസ് ഒരു ഓർമ്മ ആയിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ KSRTC ടെർമിനൽ പല കാര്യങ്ങളിലും നിലമ്പൂർ UDF ഗവൺമെൻറ് തുടങ്ങി വെച്ച കാര്യങ്ങൾ വരെ പൂർത്തീകരിക്കാത്ത ഈ 8-9 വർഷമായിട്ട് നിലമ്പൂരിൽ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. ഇപ്പോൾ ഈ ഇലക്ഷൻ അടുപ്പിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ പഞ്ചായത്ത് റോഡുകൾ, മുനിസിപ്പൽ റോഡുകൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് റോഡുകൾ നന്നാക്കി എന്നല്ലാതെ വേറൊരു സംഗതി നടന്നിട്ടില്ല. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ബൈപ്പാസ് എന്നുള്ളത് ഒരു
ഒരു എന്താ പറയുക ചരിത്രമായിട്ട് ജനങ്ങളെ ആവശ്യം എന്നല്ല അത്യാവശ്യമാണ്. അതായത് പിന്നെ ഒരു നിലമ്പൂർ ടു നമുക്ക് കോഴിക്കോട് വരുന്നത് 50 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റാണ്. അത് നിലമ്പൂരെ ഇപ്പോൾ എടക്കര വഴിക്കടവ് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ആംബുലൻസുകൾ നമ്മൾ വിളിച്ച് പറഞ്ഞ് നിലമ്പൂരിലെ ട്രാഫിക് നിയന്ത്രിച്ചിട്ടൊക്കെയാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ ബൈപ്പാസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാം, വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ പല ജീവനുകളും പൊലിയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഏത് ഗവൺമെൻറ്റാണ് വരുന്നതെങ്കിലും അല്ലെങ്കിൽ ഉടനടി അതൊരു അടിയന്തര ആവശ്യമായിട്ടൊരു യുദ്ധകാല അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ബൈപ്പാസിനുള്ള വേണ്ട സഹകരണങ്ങളും സഹകരണവും ചെയ്യണം എന്നുള്ളൊരു അപേക്ഷ മാത്രമാണ് നമുക്ക് നിലമ്പൂരുകാർക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്. Subscribe to One India and never miss an update.